Welcome to the class on eco-criticism. Calicut University 5th semester BA English ലിറ്റററി തിയറി എന്ന പേപ്പറിൽ അവസാനം വരുന്ന കോൺസെപ്റ്റാണ് ഈക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ you will learn about the 5 concepts discussed in our text. What is eco criticism? What is deep ecology and shallow ecology? What is environmental imagination? And what is ecofeminism? And finally anthropocentrism. ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മനസ്സിലാക്കി ഓർത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. Before that, I personally want to thank you and welcome you to this video. And if you don't know me, you're for the first time, my name is Pradeep Hariharan and I am on a mission to help BA English students to score high marks in their BA exam and also to communicate with confidence in English. And if you already know me, thank you very much for your support. അപ്പോൾ ഞാൻ സാധാരണ പറയാറില്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കോമൻറ്റ്, കാരണം യൂട്യൂബ് അൽഗോരിതത്തിന് എന്നാലേ അത് അറിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈക്കോ ക്രിറ്റിസിസം എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈക്കോ ക്രിറ്റിസിസം എന്ന വാക്കിൽ തന്നെ നമുക്ക് 2 വാക്കുകൾ കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ഇക്കോളജിയും ഉണ്ട്, ക്രിറ്റിസിസവും ഉണ്ട്. അപ്പോൾ ആസ് യു നോ, ഇറ്റ്സ് എ ലിറ്റററി തിയറി ബേസ്ഡ് ഓൺ ലിറ്റററി തിയറി. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. 5 കാര്യങ്ങളാണ് ഈക്കോ ക്രിറ്റിസിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ആദ്യത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. ഈക്കോ ക്രിറ്റിസിസം ഇസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ദി എൻവയറൺമെൻറ്റ്. അതായത് സാഹിത്യവും പിന്നെ നേച്ചറും പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പഠിക്കുന്ന ഒരു ക്രിറ്റിസിനെയാണ് ഈക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഹൗ നേച്ചർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ലിറ്ററേച്ചർ. അതായത് പ്രകൃതിയെ എങ്ങനെയാണ് ലിറ്റററി വർക്ക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഈക്കോ ക്രിറ്റിസിസം, നേച്ചർ ഈസ് ഓൺലി സിലക്റ്റീവ്ലി റെപ്രസെൻറ്റഡ്. അതായത് നമുക്ക് ആവശ്യമുള്ള രീതിക്ക് മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് ഒരു ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നേച്ചർ ഈസ് നോട്ട് ദെയർ എന്നുള്ളതാണ് അവരുടെ ഒരു സെൻട്രൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഈക്കോ ക്രിറ്റിസിസം, വാട്ട് ബിക്കംസ് ദ സെൻറ്റർ? എർത്ത് ബിക്കംസ് ദ സെൻറ്റർ, അതായത് പ്ലേസ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാലോ ഫെമിനിസത്തിന് ജെൻഡറാണ് സെൻറ്ററെങ്കിൽ, മാർക്സിസത്തിന് ക്ലാസ് സ്ട്രഗിളാണ് സെൻറ്ററെങ്കിൽ, ഈക്കോ ക്രിറ്റിസിന് സെൻറ്ററായിട്ട് വരുന്നത് പ്ലേസ് ആണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടിയുണ്ട്. ദർ ആർ 2 phases of eco criticism. Eco criticism started in the 1980s to 1990s. At that time, they were interested in natural reading, and the second phase, which started in 1990s as a political movement. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഈക്കോ ക്രിറ്റിസിസം ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ലിറ്ററേച്ചർ. The term was coined by William Rooker. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. The term was coined by William Rooker. That is the second point. Third point, in eco criticism, place becomes the center. And the fourth point, it started in 1980s as a literary movement. And the 1990s, it became a political movement. ഇതാണ് ഈക്കോ ക്രിറ്റിസിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് അറിയേണ്ടത്. ഇനി വാട്ട് ഈസ് ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ എക്കോളജി എന്നുള്ളതാണ്. ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ എക്കോളജി എന്ന് പറയുന്നത് ഈക്കോ ക്രിറ്റിസിനുള്ളിൽ വരുന്ന 2 ഫിലോസോഫിക്കൽ വേയ്സ് ഓഫ് ലുക്കിംഗ് അറ്റ് നേച്ചറാണ്. അതായത് ഡീപ്പ് എന്ന് അറിയാലോ, ആഴത്തിലുള്ളത്. ഷാലോ എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞത്. പക്ഷെ അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതണ്ട. ഡീപ്പ് ഇക്കോളജിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബയോസെൻട്രിസം ഓർ ഈക്കോസെൻട്രിസം. അതായത് ഇറ്റ് ട്രീറ്റ്സ് എവറി ലിവിങ് ഓർഗാനിസം ഇൻ നേച്ചർ ആസ് ഈക്വൽ വാല്യൂ. അതായത് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ വാല്യൂ ആണുള്ളത് എന്നാണ് ഡീപ്പ് ഇക്കോളജി വിശ്വസിക്കുന്നത്. ഷാലോ എക്കോളജി പുട്ട്സ് മാൻ ആസ് എ സെൻറ്റർ. അക്കോർഡിംഗ് ടു ഷാലോ എക്കോളജി, മനുഷ്യനാണ് ഏറ്റവും ടോപ്പ് എന്നാണ് ഷാലോ എക്കോളജി വിശ്വസിക്കുന്നത്. അപ്പോൾ ദ ടേം വാസ് കോയിൻഡ് ബൈ ആർണി നയീസ് ഇൻ 1973. 1973 ആർണി നയീസ് ആണ് ഡീപ്പ് ഇക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത്. ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഇൻഹറൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഓൾ ലിവിങ് തിങ്സ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഈ നേച്ചർ ഇല്ലെങ്കിൽ മനുഷ്യനുമില്ല. അപ്പോൾ വി ആർ പാർട്ട് ഓഫ് ദ നേച്ചർ. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റെസ്പെക്ട് നേച്ചർ ആൻഡ് ട്രീറ്റ് ഇറ്റ് പ്രോപ്പർലി. അതാണ് ഡീപ്പ് ഇക്കോളജിയുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്രസ് ദ ഇക്കോളജിക്കൽ കോസസ്. അതായത് ഇന്നത്തെ എൻവയറൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ കാരണങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, ഇതെല്ലാം നമുക്കറിയാമല്ലോ. ഇതിൻ്റെയൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യണമെന്നും അതിന് സൊല്യൂഷൻ കണ്ടെത്തണമെന്നാണ് ഡീപ്പ് ഇക്കോളജി പറയുന്നത്. പക്ഷേ ഡീപ്പ് ഇക്കോളജി ഈസ് ഓൾവേസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ബീയിങ് ടു മച്ച് ഈക്കോസെൻട്രിക് ആൻഡ് ഡിസ്റിഗാർഡ് ഫോർ ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അതായത് മനുഷ്യൻ്റെ ഇൻട്രസ്റ്റിന് ഇത് കൊടുക്കാതെ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യപ്പെടാറുണ്ട്. ഇനി സെക്കൻഡ് വൺ എന്താണ് ഷാലോ എക്കോളജി എന്നുള്ളതാണ്. ഷാലോ എക്കോളജി റിജക്ട്സ് ഡീപ്പ് ഇക്കോളജി. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷാലോ എക്കോളജി ബിലീവ്സ് ദാറ്റ് മാൻ ഈസ് എ സെൻറ്റർ. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ഹ്യൂമൻ പ്രോഗ്രസ്സും വേണമെങ്കിൽ
you have to have some sort of economical what you may call എൻവയറമെൻറ്റിൽ കുറച്ച് ഒരു ഇതെടുക്കാതെ മനുഷ്യന് പ്രോഗ്രസ് ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറേ എന്താ പറയുക ഇക്കോളജിക്കൽ ഭാഗം വെള്ളത്തിനടിയിലേക്ക് പോകും, കുറേ ആനിമൽസിന് പ്രശ്നങ്ങൾ വരും. തീർച്ചയായിട്ടും അവരെ നമ്മൾ പുനരധിവസിപ്പിക്കണം. പക്ഷേ അതിലൂടെ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തും, അല്ലെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് പാടശേഖരങ്ങൾ നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റും. ഇതുപോലെയാണ് ഷാലോ എക്കോളജി ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് മനുഷ്യൻ്റെ പ്രോഗ്രസ്, അതായത് ഇഫ് യു വാണ്ട് ടു ഹാവ് ഡെവലപ്മെൻറ്റ് യു മസ്റ്റ് യൂസ് എൻവയറൺമെൻറ്റ് എന്നുള്ളതാണ് ഷാലോ എക്കോളജി പറയുന്നത്. അപ്പോൾ ഇറ്റ് ഓൺലി ട്രീറ്റ്സ് നേച്ചർ ആസ് എ വാല്യുബിൾ റിസോഴ്സ് അതാണ് കാണുന്നത്. അപ്പോൾ ഷാലോ എക്കോളജി ഓൾസോ അഗ്രീസ് ദാറ്റ് there are some environmental crisis and which we need to address. പക്ഷേ ഒരു ഗവൺമെൻറ് ഇതിനൊന്നും ഒരു എന്താ പറയുക ആക്ഷനൊന്നും എടുക്കുന്നതിന് ഷാലോ എക്കോളജിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നമ്മൾ സിനിമ ഒക്കെ കാണുമ്പോൾ തുടക്കം തന്നെ എഴുതി കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, നോ ആനിമൽസ് വർ ഹാംഡ് ഇൻ ദിസ് ഷൂട്ടിംഗ് ഓഫ് ദ മൂവി. അത് ശരിക്കും ഈ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു പുതിയ കൺസേൺ ഇതുകൊണ്ടാണ്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ എൻവയറൺമെൻറ്റൽ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി നമ്മൾ പതുക്കെ അതിനോടേക്ക് വരണം, അല്ലാണ്ട് ഒരു റാപ്പിഡായിട്ട് ഒരു ഇതിൽ സാധ്യമല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻവയറൺമെൻറ്റൽ ഇമാജിനേഷനാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പയനിയർ ചെയ്തിട്ടുള്ളത് ലോറൻസ് ബുറൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സാഹിത്യത്തിൽ എങ്ങനെയാണ് ഈ നേച്ചർ പ്രകൃതി എങ്ങനെയാണ് ഇമാജിൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയേണ്ടത് ദ കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ലോറൻസ് ബുറൽ എഗെയിൻസ്റ്റ് സെലക്റ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയെ സെലക്റ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ നിന്നും എന്താ പറയുക അതിനെ വിമർശിച്ചുകൊണ്ടാണ് ലോറൻസ് ബുറൽ ആദ്യമായിട്ട് ഇതെടുക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാഹിത്യകാരന്മാർക്കും നേച്ചർ വേണം. ആക്ച്വലി ദേ ടേക്ക് എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ ഫ്രം നേച്ചർ. പക്ഷേ ദേ വർ നോട്ട് റെഡി ടു റെപ്രസെൻറ്റ് നേച്ചർ ഇൻ ദ സെയിം മാനർ. അതിപ്പോൾ നമ്മൾ അമിതാഭ് ഘോഷിൻ്റെ ഒക്കെ ഇതിൽ വരുമ്പോൾ ഹീസ് എ സ്ട്രോങ് ക്രിട്ടിക് ഓഫ് നേച്ചർ ഈസ് നോട്ട് റെപ്രസെൻറ്റ് ലിറ്ററേച്ചർ. അരുന്ധതി റോയ് അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യത്തിൽ നോൺ ഫിക്ഷണൽ വർക്കുകൾ കുറേ ഉണ്ട്, പക്ഷേ ഫിക്ഷനിൽ നേച്ചർ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ ന്യൂ വേ ഓഫ് റീഡിങ് ദ ടെക്സ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ആസ് എന്താ പറയുക ഹ്യൂമൻ ബീയിങ് ആസ് എ സെൻറ്റർ. Moreover, he says that every literary text should have an ethical value. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അതായത് മനുഷ്യൻ്റെ മാത്രം ഇൻട്രസ്റ്റിൽ എല്ലാ ടെക്സ്റ്റുകൾ എഴുതേണ്ടത്. ഇറ്റ് ഷുഡ് ഹാവ് എ ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അപ്പോൾ എൻവയറൺമെൻറ്റൽ ഇമാജിനേഷനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ദ ടേം വാസ് കോയിൻഡ് ബൈ ലോറൻസ് ബുറൽ ആൻഡ് ഹി വാസ് എഗെയിൻസ്റ്റ് ദ സെലക്റ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഹി പ്രപ്പോസസ് എ ന്യൂ കൈൻഡ് ഓഫ് റീഡിംഗ് ടു ദ ടെക്സ്റ്റ്. He says that we should not treat environment as a framework or device. Actually, we should not put human interest at the top, and every text must have an ethical orientation എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ലോറൻസ് ബുറൽ പുട്ട് പ്ലേസ് ആസ് എ സെൻറ്റർ. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഇക്കോ ക്രിറ്റിസം പറഞ്ഞപ്പോൾ പ്ലേസ് ബിക്കംസ് എ സെൻറ്റർ എന്ന് പറഞ്ഞു. അത് തുടങ്ങി വയ്ക്കുന്ന ആൾ ലോറൻസ് ബുറൽ തന്നെ ആണ്. അദ്ദേഹം തോറോ, നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കൻ നാച്ചുറൽ എഴുത്തുകാരനുള്ള തോറോയുടെ വർക്കിൽ ഭയങ്കര ഇൻസ്പയർ ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊരു ബയോസെൻട്രിക് അപ്രോച്ചാണ് വേണ്ടത്, അല്ലാതെ ഒരു ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് അല്ല വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ടേം കൂടി കോയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് എൻവയറൺമെൻറ്റൽ റീഡിംഗ് ഓർ ഗ്രീൻ റീഡിംഗ്. ഇനി നമ്മൾ നാലാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്, ഈക്കോ ഫെമിനിസം. ഈക്കോ ഫെമിനിസം എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഒന്ന്, ദ ഒറിജിൻസ് ഓഫ് ഈക്കോ ഫെമിനിസം. രണ്ട്, സെൻട്രൽ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ഈക്കോ ഫെമിനിസം ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ഈക്കോ ഫെമിനിസം. അപ്പോൾ ഒറിജിൻസ് ഓഫ് ഈക്കോ ഫെമിനിസം എന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ദ ടേം വാസ് കോയിൻഡ് ബൈ ഫ്രാങ്കോയിസ് ഡി യുബോൺ, EAUBORNE. അപ്പോൾ FRANCOISE, ഫ്രാങ്കോയിസ് ഡി യുബോൺ. ഫ്രഞ്ച് റൈറ്ററാണ് അവർ. EAUBORNE in 1974. ഓക്കെ, അപ്പോൾ ഇക്കോ ഫെമിനിസം ആക്ച്വലി ഗ്രോ ഔട്ട് ഓഫ് ഫെമിനിസം. അറിയാലോ, ഫെമിനിസ്റ്റ് പീസ് ആൻഡ് ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ 1970s ആൻഡ് 80s. 1970കളിലും 80കളിലും ഫെമിനിസം, പീസ് മൂവ്മെൻറ്റ് ആൻഡ് ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ്, ഇതിൽ നിന്നും മൂന്നിൽ രൂപം കൊണ്ടുള്ള സംഭവമാണ് ഇക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് മറിയ മില്ലറും, MARIA മറിയ, MILER മില്ലറും, വന്ദന ശിവയുമാണ്. ദർ ദ ചീഫ് പ്രൊപ്പോണൻറ്റ്. ഇറ്റ് ഈസ് ഫിലോസഫി ആൻഡ് എ മൂവ്മെൻറ്റ്. അപ്പോൾ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റുമാണ്, ഒരു
ഫിലോസഫിയാണ്. എന്താണ് ഇതിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻറ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇതിലവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഡോമിനേഷൻ ആൻഡ് ഒപ്രഷൻ ഓഫ് വിമൻ ആർ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ എൻവയറമെൻറ്റ്. അതായത് പുരുഷാധികാരം എങ്ങനെയാണോ ഒരു വുമണെ ഒപ്രസ് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് ഒരു മനുഷ്യൻ നേച്ചറിനെ കാണുന്നത് എന്നുള്ളതാണ്. അതായത് ഹീ ഒപ്രസസ് ദ നേച്ചർ, ഹീ ഡോമിനേറ്റ്സ് ദ നേച്ചർ, ഹീ എക്സ്പ്ലോയ്റ്റ്സ് ദ നേച്ചർ. അപ്പോൾ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദിസ്. അപ്പോൾ ദിസ് ഈസ് ദ റീസൺ ഫോർ ഇൻവയറമെൻറ്റൽ ഡീഗ്രഡേഷൻ. ഇത് കാരണമാണ് ഇൻവയറമെൻറ്റൽ ഡീഗ്രഡേഷൻ ഇത്രയും കാരണം എന്നാണ് അവർ പറയുന്നത്. മെയിൽ ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് ഹാസ് ലെഡ് ടു ഡോമിനേഷൻ ഓഫ് കൾച്ചർ. എപ്പോഴും നിങ്ങൾക്കറിയാം, ലോകത്ത് 90% പ്രോപ്പർട്ടിയും ഓൺ ചെയ്യുന്ന ഒരു ആണിൻ്റെ പേരിലായിരിക്കും. അതൊരു റഫ് എസ്റ്റിമേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി ദ വേ ദേ ലുക്ക് അറ്റ് നേച്ചർ ഈസ് ദ വേ ദേ ലുക്ക് അറ്റ് വിമൻ. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിമൻ ആൻഡ് നേച്ചർ ആർ സൈലൻറ്റ് ആൻഡ് പാസീവ്. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു എക്സ്പ്ലോയിറ്റ് ദം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ സേ ദാറ്റ് അതുകൊണ്ടാണ് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ലാൻഡ് ഈതർ ഇഗ്നോർ ചെയ്യുകയോ വിറ്റ് കളയുകയോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഈ പ്ലോട്ട് മുറിച്ച് സ്ഥലം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കാണാറുള്ളത്, ആദ്യം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള എല്ലാ മരങ്ങളും വെട്ടി വിൽക്കും. എന്നിട്ട് ആ മേൽമണ്ണ് കൂടി മാന്തി എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് ഒന്നിനും കൊള്ളാത്ത ഒരു ഭൂമിയായിട്ടാണ് ഇത് വിൽക്കുന്നത്. അതായത് ആ ഓണറായി അവിടെയുള്ള ഒരു മരം പോലും ബാക്കി വയ്ക്കില്ല. അത് എന്താ പറയുക, അത് മറ്റൊരാൾക്ക് കിട്ടണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതുപോലത്തെ ഒരു എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നേച്ചറിനെ ട്രീറ്റ് ചെയ്യുന്നല്ലോ, അതിനെതിനെയാണ് ഇക്കോ ഫെമിനിസം ഇതാക്കുന്നത്. ഇതിന് 4 ബ്രാഞ്ചസ് ഉണ്ട് എന്നാണ് ഛായ ഡട്ടാർ പറഞ്ഞിട്ടുള്ളത്. CHAYADATAR ഛായ ഡട്ടാർ. അതൊന്ന് ലിബറൽ ഈക്കോ ഫെമിനിസം, കൾച്ചറൽ ഈക്കോ ഫെമിനിസം, സോഷ്യൽ ഈക്കോ ഫെമിനിസം ആൻഡ് സോഷ്യലിസ്റ്റ് ഈക്കോ ഫെമിനിസം. അതിൽ ഫസ്റ്റ് വൺ ലിബറൽ ഈക്കോ ഫെമിനിസം എന്ന് പറയുന്നത്, അതായത് നാച്ചുറൽ പ്രോബ്ലംസ് മാൻ ആൻഡ് വിമൻ ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് എൻവയറൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നാണ് ലിബറൽ ഈക്കോ ഫെമിനിസം വിശ്വസിക്കുന്നത്. കൾച്ചറൽ ഈക്കോ ഫെമിനിസം says that we must treat nature, we must worship nature like a goddess. ഓക്കെ, അത് നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിലൊക്കെ ഉണ്ട് നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൽ അങ്ങനൊരു ആറ്റിറ്റ്യൂഡേ ഇല്ല. ആൻഡ് തേർഡ് വൺ, സോഷ്യൽ ഈക്കോ ഫെമിനിസം സേസ് ദാറ്റ് വി മസ്റ്റ് ഹാവ് എ റാഷണാലിറ്റി ഇൻ അപ്രോച്ച്. ഓക്കെ, ഒരു റാഷണൽ അപ്രോച്ചാണ് നേച്ചറിന് വേണ്ടത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ജമ്പ് ചെയ്തു പോകുന്നത്. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് we must establish a sustainable relationship between nature and human beings. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് പറയേണ്ടത്. ഇനി അവസാനം ആന്ത്രോപോസെൻട്രിസം കൂടിയുണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആന്ത്രോപോസെൻട്രിസം എന്നുള്ളതാണ്. ആന്ത്രോപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നരവംശാസ്ത്രമാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആന്ത്രോപോസെൻട്രിസം എന്ന് വെച്ചാൽ മാൻ ആസ് എ സെൻറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. അതായത് ദിസ് ഇസ് എൻ ഓഫ് സ്പ്രിങ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ആൻഡ് റിലിജൻ. അതായത് വെസ്റ്റേൺ ഫിലോസഫിയും റിലിജിയനും പറയുന്ന എന്നാണ് ഈ ആന്ത്രോപോസെൻട്രിസം വരുന്നത്. അതായത് പല റിലീജിയസ് ടെക്സ്റ്റിലും പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ആസ് ടു എൻജോയ് ദ നേച്ചർ, ബാക്കിയുള്ളതെല്ലാം അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന രീതിയിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആന്ത്രോപോസെൻട്രിസം ട്രീറ്റ്സ് ഹ്യൂമൻ ബീയിങ്സ് ആസ് എ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ബയോസെൻട്രിസം. അതാണ് തേർഡ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ആൻഡ് റിലിജൻ. സെക്കൻഡ് തിങ്, ഇറ്റ് പുട്ട്സ് മാൻ ആസ് എ സെൻറ്റർ. തേർഡ് തിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ബയോസെൻട്രിസം ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ആന്ത്രോപോസെൻട്രിസിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത് സെർവ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അത് ഹ്യൂമൻ പ്രോഗ്രസ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വേണ്ടി നിൽക്കുന്ന ഒരു സംഭവമാണത്. ദെൻ ഇറ്റ് ബിലീവ്സ് ദാറ്റ് 2 പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആന്ത്രോപോസെൻട്രിസം വിശ്വസിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആസ് ദ എൻ എപ്പിറ്റോമി ഓഫ് റീസൺ. അതായത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഇതാണ് ആൻഡ് പ്രോഗ്രസ് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യപ്പെട്ടത് 2ാം ലോക മഹായുദ്ധത്തിൽ എന്താ പറയുക ആറ്റം ബോംബ് ഇട്ടതാണ് ജപ്പാൻ്റെ മുകളിൽ. അതായത് ഇത്രയ്ക്കധികം റീസണബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര പേരെ കൊല്ലാൻ പറ്റും എന്നുള്ളതിലാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും മനുഷ്യൻ റീസണബിൾ ക്രീച്ചേഴ്സ് ആണെന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അനദർ പോയിന്റ് ഇസ് ദാറ്റ് ഇറ്റ് പുട്ട്സ് ഹ്യൂമൻ ബീയിങ്സ് ആസ് ദ ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈ ക്യാപിറ്റലിസവും ഇത്രയ്ക്കധികം എൻവയറൺമെൻറ്റൽ ഡീഗ്രഡേഷനും കാര്യം അൾട്ടിമേറ്റ്ലി ആന്ത്രോപോസെൻട്രിസമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. I will see you in the next class. Until then, this is Pradeep Hariharan signing off.